കൊല്ലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇരട്ടി മധുരം ലഭിച്ച മറ്റൊരു വീട്ടിലാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു ചിത്രമുണ്ട്. ഒരു ഉമ്മയെ മകൻ എടുത്തുകൊണ്ട് പോകുന്ന ആ ചിത്രം. ആ ചിത്രത്തിന്റെ അവകാശികളാണ് അത് നിൽക്കുന്നത്. ഫൈസൽ കുളപ്പാടവും ഉമ്മയുമാണ്. രണ്ടുപേരും മത്സരിച്ചു. ഒരാൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മറ്റൊരാൾ ഗ്രാമപഞ്ചായത്തിലേക്കുമാണ്. ഉമ്മയും മകനും അങ്ങനെ വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തിയതാണ്. ഫൈസലെ, അഭിനന്ദനങ്ങൾ. ഉമ്മ, അഭിനന്ദനങ്ങൾ. എന്തായാലും വലിയ വിജയം നേടിയിരിക്കുകയാണ്. ഫൈസലിനെ സംബന്ധിച്ച് ജില്ലയിലെ ഏറ്റവും മികച്ച വിജയം കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉണ്ടായിട്ടുള്ളത്. ജനം ഒന്നടങ്കം വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ ഒരു സഹായം കൊണ്ടാണ് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞത്. അത് രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ ആളുകളും ചേർന്ന് നിന്നു. കാര്യം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് അവർ പകരം നൽകിയ ഒരു മധുരമായിട്ടാണ് ഈ വിജയത്തെ കാണുന്നത്. 8 മധുരമല്ലേ? ഉമ്മയും ജയിച്ചില്ല. ഇപ്പോൾ ഉമ്മ എന്ന് പറയുമ്പോൾ 2 തവണ വിജയിച്ചു. അതിനുശേഷം ഇപ്പോൾ ജനറൽ സീറ്റിലാണ് ഉമ്മ മത്സരിച്ചത്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരുടെ ഒരു ആവശ്യമായിരുന്നു ഉമ്മ മത്സരിക്കണം എന്നുള്ളത്. അല്ലാതെ മത്സരിക്കാൻ ഉള്ള ഒരു തീരുമാനവും ഇല്ലായിരുന്നു. അവസാന സമയത്താണ് മത്സരിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നത്. അത് ജനങ്ങളുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് മത്സരിക്കാനുള്ള തീരുമാനം എടുത്തത്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് സ്ഥാനക്കയറ്റം കിട്ടി ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന്റെ ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് ജയിച്ചത്. ഇപ്പോൾ എനിക്ക് ഈ മധുരങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമത്തെ കാര്യം, ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാൻ മാത്രം ജയിച്ച സ്ഥാനത്ത് ഞാൻ പടിയിറങ്ങുന്ന സമയത്ത് 9 UDFന്റെ പ്രതിനിധികളെ വിജയിപ്പിച്ചുകൊണ്ട് ഭരണം ചരിത്രത്തിലാദ്യമായി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ പഞ്ചായത്ത് 48 വർഷങ്ങൾക്ക് ശേഷം നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ഭരണം UDF എടുക്കുകയാണ്. അതായത് എൻ്റെ പിതാവിൻ്റെ പിതാവായിരുന്നു അവസാനമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. അപ്പോൾ അതിലും വലിയ ഒരു മധുരം ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചതിനേക്കാൾ ഉപരിയായിട്ട് വലിയ ഒരു സന്തോഷത്തിന് ഇട നൽകുന്നുണ്ട്. കുടുംബത്തിന് സന്തോഷം എന്ന് പറയുമ്പോൾ ഞാൻ KSUവിലൂടെ ഒരു സന്തോഷമുണ്ട്. കാരണം മുത്തച്ഛൻ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനൊടുവിൽ വീണ്ടും ആ ഭരണത്തിലേക്ക് എത്തുമ്പോൾ ഉമ്മ കൂടി അതിന്റെ പാർട്ടാകുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ വിജയം നേടാൻ കഴിയും. ഇതിനെല്ലാം നന്ദി പറയേണ്ടത് ഇപ്പം 10,000-ലധികം വോട്ടുകളുടെ ജില്ലാ പഞ്ചായത്തിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് എനിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ കണ്ണനല്ലൂർ ബ്ലോക്ക് ഡിവിഷൻ അവിടെ ഒന്നും UDFന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് ജനപ്രതി ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ഉമ്മ എങ്ങനെയുണ്ട്? കാരണം ഉമ്മയുടെ ഒപ്പം പല സ്ഥലങ്ങളിലും പ്രചരണത്തിന് വന്നു. വലിയ സ്വീകാര്യത അന്ന് ലഭിക്കുന്നത് കണ്ടതാണ്. ഇന്നലെ ആ ചിത്രം കൂടി കണ്ടപ്പോൾ സൗഹൃദം മനസ്സിലൊക്കെ വലിയൊരു സന്തോഷമുണ്ട്. ഒരു ഉമ്മയെ എടുത്ത് വളരെ വളരെ സന്തോഷം. ഞാൻ ഈ വിജയം എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അത്രത്തോളം എൻ്റെ പ്രവർത്തകരും എൻ്റെ നാട്ടുകാരും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് എൻ്റെ വിജയത്തിനും മോൻ്റെ വിജയത്തിനും പിടിച്ചൊരു സമയമായിരിക്കും. UDFന്റെ എല്ലാവരുടെ വിജയത്തിനും വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുകയാണ്. രണ്ടുപേരും ഈ പൊതുരംഗത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇനി വീട്ടിലെ ഒരു വലിയ അന്തരീക്ഷം എങ്ങനെയായിരിക്കും? എൻ്റെ അടുത്ത് ചോദിക്കുന്നു. രണ്ടുപേരും സ്വാഭാവികം പുറത്തേക്ക് പോയില്ലേ? അപ്പോൾ വീട്ടിൽ ഉത്തരവാദിത്വം കുറച്ചുകൂടെ കൂടി. ഞാനും കുറച്ച് തിരക്കാണ് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രണ്ടുപേരും വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ തോന്നിയായിരുന്നു? സന്തോഷം തോന്നിയില്ലേ? സന്തോഷം തോന്നി. എവിടെയെങ്കിലും പോയായിരുന്നോ പ്രചരണത്തിനൊപ്പം? ഇപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്കാരൊക്കെ എങ്ങനെയാ പ്രതികരിച്ചേ? ഈ ഫൈസലിനെ സംബന്ധിച്ച് ഫൈസല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുന്നത്. ഫൈസലെ, ജില്ലാ പഞ്ചായത്തിൽ കൂടി വലിയ മധുരമാർന്ന വിജയമാണ് UDFനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. കാരണം 3-ൽ നിന്ന് അത് 10-ലേക്ക് എത്തുന്നു. ഒരു ഘട്ടത്തിൽ പോലും ജില്ലാ പഞ്ചായത്തുകളിൽ UDFന് അത്ര മേൽക്കൈ കിട്ടാറില്ല. അപ്പം ജനങ്ങൾ 100% UDFന് അനുകൂലമായി നിന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രചരണ രംഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മുഴുവൻ ആളുകളും UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ വൈകല്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരാൾക്ക് പോലും ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനം പോലും എടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പരാജയം ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ആദ്യം ആരുടെ വിജയമാണ് അറിഞ്ഞത്? ആദ്യം അറിഞ്ഞത് എൻ്റെ ലീഡാണ് ആദ്യം വന്നത്. അതിനുശേഷം അവസാനമാണ് ഉമ്മായുടെ ഒരു ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ആയിരുന്നു. കേന്ദ്രത്തിലായിരുന്നു. അതിനുശേഷം വിജയിച്ചതിന് ശേഷമാണ് ഉമ്മ
അവിടേക്ക് വരുന്നത്. ആ സമയം വരുന്നുണ്ടാവുന്ന ഒരു വൈകാരിക സമയമുണ്ടല്ലോ. വൈകാരികമായിട്ടുള്ള കാര്യം ഇലക്ഷൻ സമയത്തുള്ള പ്രചരണ പരിപാടി, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള, അതിന് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരാണ്. അത് എൻ്റെ വാർഡിൽ മാത്രം 1100-ലധികം, അതായത് 95% വോട്ടും വാർഡിൽ നിന്ന് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന അച്ഛൻ കൂടി വലിയ രാഷ്ട്രീയത്തിൽ ചർച്ചകൾക്കൊക്കെ ഇട നൽകുന്ന ആളാണ്. വീട്ടിലെപ്പോ വന്നാലും സജീവമായ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. ഇപ്പം ഈ കുടുംബാധിപത്യം എന്നുള്ള ഒരു കാര്യങ്ങൾ ഇപ്പം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ ഇവിടെ നിന്നുള്ള മുഴുവൻ ആളുകളും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കടന്നു വന്നതാണ്. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു, പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തി. ഞാൻ 3 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. ആദ്യം ജില്ലാ പഞ്ചായത്തിലേക്കാണ് മത്സരിച്ചത്, ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ചു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിക്കുവാൻ കഴിഞ്ഞു. ഉമ്മായും 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. ദൗത്യം അത് രണ്ടുപേരും പൂർണ്ണമായി നിറവേറ്റി. ഉറപ്പായിട്ടും ജനങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഇത് വലിയ ഉത്തരവാദിത്തമാണ്. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം, അല്ല, ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ പകുതിയാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ ഉത്തരവാദിത്വം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മൾ എന്തു കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നു. അത് ഘട്ടമായി ഓരോ നടപ്പാക്കും. തീർച്ചയായിട്ടും എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന നിലയിൽ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കും. അത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിലും ആ ഒരു നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. ജില്ലാ പഞ്ചായത്തിലും ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുവാനുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കുടുംബമാണ്. കുടുംബാധിപത്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ കുടുംബത്തിൽ രാഷ്ട്രീയം വളരെ കാര്യമായി ചർച്ച ചെയ്യാറുണ്ട്. ജനങ്ങൾ ഇവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിന്റെ കാരണം നാട്ടിലേക്ക് ജനങ്ങൾ തേടിയെത്തുന്ന ഓരോരുത്തരേക്കും അവരിലേക്ക് സഹായങ്ങളും സേവനങ്ങളും എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ മധുരമാണ് ഈ വീടിനെ സംബന്ധിച്ച്, വ്യക്തിപരമായി അവർക്ക് സംബന്ധിച്ചുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.